നീ വലിക്കാതിരി, അത് പിന്നെയും കുരുങ്ങും. വലിക്കള്ള ഞാൻ എടുത്തരാം. അല്ല, ഞാൻ എടുത്തോളാം, എന്റെ ഭാര്യയല്ലേ. ഉണ്ണളിയ, ഇതെന്താ ചെയ്യത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? കോംപ്ലിക്കേറ്റഡാ. ഒരു കത്രിയിട്ടിരുന്ന് മുറിച്ചെടുക്കാം. മഴക്കാറുണ്ടല്ലേ? ഇപ്പൊ എന്താ ചെയ്യത്? അയ്യോ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? മുടിയല്ലേ, വളരെ ഇരിക്കുമല്ലേ. സിമ്പിൾ ആണ്. മോള് വാ. അമ്പിളി, ദപ്പേന എന്ത് നല്ല ഉപ്പ്. സാക്ഷി ആരാ? സാക്ഷി ആരാണ് ഈ സാക്ഷി? അളിയനോട് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് നീ എടുത്തോ, ഇത് ഞാൻ വയ്ക്കാം. നീ അല്ലെങ്കിൽ മറന്നു പോകും. നീ ഒന്നോട് കഴിച്ചേ, വെള്ളം ഒഴിക്കണ്ട. വാ, അമ്മക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാൻ. പറയാമോ? എന്നെ വന്ന് സ്പർശിച്ചില്ലേ, അന്നേരം എനിക്ക് മനസ്സിലായി ഉണ്ണി എനിക്ക് പറ്റിയ ആളാണ്. കപ്പലൂടെ സന്തോഷം. എന്താ മോന്റെ പേര്? അനി. അനിയോ? അനി. ഓ, നല്ല പേര്. താങ്ക്സ്. ആ മനുമോനെ, ഒരു സെക്കൻഡ്. അളിയനെന്ത് പണിയാണ് എനിക്കത്? 2:45 4 മണിക്കോടെ തന്നെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണം. അമ്മാവ എനിക്ക് വേണ്ട അമ്മാവ. അതെ, ഞാൻ കഴിക്കില്ല. വല്ലപ്പോഴും ഒരു ബീർ, അത് നിർബന്ധിച്ചാൽ മനസ്സിന് നല്ല കാര്യം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ചെന്നോ, അവർ വെയിറ്റ് ചെയ്യില്ലേ? അമ്മാവ അനുഗ്രഹം. ചോറിന് പോയി കുടിച്ചാൽ അനി, നീ ഒന്ന് ഡീലില്ല. അമ്മാവ തരണോട്ടാ. അളിയാ, അമ്പിളിയുടെ അമ്മാവനെ നിർബന്ധിച്ചോണ്ടാ അജിയോട് പറയാൻ കേട്ടാ. ഞാൻ ആരോടും പറയാൻ നിക്കണമെന്നില്ല. അളിയനെ അടിക്കാൻ പോയതാന്ന് എല്ലാവർക്കും അറിയാം. എന്റെ അമ്പിളിയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ വാ വിളിച്ച് നിക്കാണ്. നമുക്ക് വേഗം പോണ്ടേ? ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്, മനസ്സിലായ? പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം, നോ നെഗറ്റീവ്. അത് മതി, പോസിറ്റീവ് മതി. ഓക്കെ. അമ്മാവ സൈഡ് പ്ലീസ്, സൈഡ് പ്ലീസ്. ചെക്കന് വഴി എന്താണ് എല്ലാരും കരയണത്? പോട്ടെ. അച്ഛാ, ഹാപ്പി ആയിട്ടിരിക്കേ. മാളു, അമ്മയെ കണ്ണീര് കൊടുക്ക്. അളിയാ, മറന്നുല്ലേ? എന്താണ്? കയ്യിലോ അളിയനാ എന്തായാലും അത് മതി. കേറമ്പിളി തുറന്നു. എനിക്ക് ഉണ്ടാവില്ലല്ലേ, ഞാൻ തന്നെ ഓർക്കാം. മലേഷ്യ പെട്രോളൊക്കെ അടിച്ചിട്ടില്ലേ, വഴി കിടക്കരുതേ. എന്തിനാണ് കാശ്മീർ പോവാനാ? നീ ഇങ്ങോട്ട് കയറിക്കോ. എങ്ങോട്ടാ? അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട, കുടിച്ചങ്ങോട്ടെങ്കിൽ മാറി കിടക്ക്. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ സെറ്റായി? പുതുപ്പെണ്ണും ചെക്കനും പോകുന്ന വണ്ടി ഈ വായനാറ്റം കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. വേറെ വല്ല വണ്ടിയിലും കയറുവാ. ഞാൻ നോക്കട്ടെ, നമ്മുടെ ആൾക്കാരുണ്ടോ നോട്ടാ. ആ, പോ. വേദനിച്ചോ? അല്ല, നേരത്തെ ബ്രേസ്ലെറ്റ് കുടുങ്ങി മുടി പറഞ്ഞപ്പോ? ഇല്ല, സാരമില്ല. കേട്ടോ അമ്പിളി, സത്യം പറഞ്ഞ ഈ ബ്രേസ്ലെറ്റ് എന്റെ അല്ല, ഉണ്ണികളിന്റെ അരഞ്ഞാണോണ്. വിവാഹ സമയത്ത് മാറ്റി ഒരുക്കി പണിയിച്ചതാണ്. നല്ല ചിരി. പോവാം. സ്മൈലിഷ്. വണ്ടി എടുത്തോളൂ. നേരത്തെ വന്നായിരുന്നോ? ഒരു കാര്യം പറയട്ടെ. അതെ, ഈ രാജലക്ഷ്മിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാ ഈ പെങ്കൊച്ച്. വൈപ്പിന്ന് ഇങ്ങോട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നോ? ചേച്ചി, മോള് വന്നില്ലേ? മോള് വന്നില്ല, അവള് പഠിക്കാൻ പോയേക്കണോ? അതെ, ഈ കൊച്ചിന് എയർപോർട്ടിലല്ലായിരുന്നോ ജോലി? അതിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നപ്പോഴേ ആ രാജലക്ഷ്മി വിളിച്ചെടുത്താന്നേ. അങ്ങനെ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഈ കിഴങ്ങനെ ഇങ്ങനെ ഇത്രയും നല്ല പെങ്കൊച്ചിനെ കിട്ടിയെന്ന്. ജസ്റ്റ് എസ്കേപ്പ്. ആ പെങ്കൊച്ചിന്റെ വീട് അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാന്? കമ്മിറ്റി കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറി തരൂ. വീട്ടുകാർക്കൊന്നും വേറെ പണിയില്ല. പിന്നെ ഇതെന്തേ തപ്പുന്നേ? എവിടെ പോയി? ഹോ, കാണ്ടായപ്പോ പേടിച്ചു പോയി. കുപ്പിയാ? ഇതല്ലേ അനിയേ,
ഇങ്ങനൊക്കെ നടന്നാ മതിയടാ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സുധേച്ചിക്ക് ഒരു മോളല്ലേ? ആ, അതിന് അവളെനി കെട്ടിച്ചേരും? ഇല്ലല്ല, എന്നാ പോട്ടെ. ഇവരുടെ നമ്മൾ ഉറപ്പായിട്ട് വിളിച്ചോടി പോകും. ഇവരുടെ ആരാണോ വെച്ചേ? നീ പോയി പപ്പടം മറക്കാൻ നോക്ക്. ഓ ശരി, ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. അയ്യോ, ഇത് ഇന്നത്തേക്കാണ്. എന്തായാലും ജോലി ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ അതെല്ലാം കൂടെ എന്റെ തലേക്ക്. വേണ്ടാ, നിന്റെ അഴിയട്ടെ. ഇരിക്കുന്നേ ആ, എന്റെ ഇപ്പൊ കഴിയും. അപ്പൊ ഇറക്കമല്ല കേറ്റുവാണല്ലേ? എന്റെ പൊന്നനിയെ നിന്നെ സമ്മതിക്കണട്ടോ. ആ ആ ആ എന്റെ പരിപാടി കഴിഞ്ഞിട്ടോ, കയറിക്കോ. അത് പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ബാറ്റിന് അടി കൊണ്ടതാ. ഇത്രയും വളയുള്ളൂ, എടുത്തോ. സെറ്റായിക്കോ. റെഡി. എന്താ എന്തേ അളിയ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ലേഡീസ് ഇതെന്ത് വളയാത്തത്? അതെ, സിംഗിൾ എടുക്കണം പറഞ്ഞില്ലേ, സിംഗിൾ എടുത്തോട്ടാ. അമ്പിളിപ്പോ വരാട്ടാ. വന്നേ, ഇവിടെ നിന്നേ. ഇപ്പൊ എന്തൊട്ടിനും ഇങ്ങോട്ട് വന്നത്? നീ കുറച്ച് കാശ് കിട്ടിയാൻ അമ്മാവനെന്ന് പറഞ്ഞു വിടണം. ഏതമ്മാവൻ? ഏതമ്മാവനാ? നിനക്ക് ചെറുപ്പത്തിലേ കീ കൊടുക്കുമ്പോ തിരിയണ കുറങ്ങനെ തന്ന അമ്മാവൻ ഓർമ്മയില്ലേ? അതൊന്നും മറക്കരുതടാ. ആണല്ലേ? അമ്പിളി നോക്കണ്ട. അമ്പിളിയും കുമ്പിളിയും നോക്കണില്ലേ, അത് ഈ കാശ് കൊടുത്തേ. കൊണ്ടുപോയി കൊരങ്ങനെ അമ്മാവന് കൊടുക്കണേ. ആ കൊരങ്ങനെ പിടിക്കാനുള്ള കാശ്. അതെ, അളിയൻ എന്ത് പരിപാടിയാണ് വീടിന്റെ ഫ്രണ്ടിൽ കാണിച്ചു വെച്ചേക്കണത്? എന്ത്? ആ ഫ്ലെക്സും തൊട്ടത് എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞാ? അത് അളിയന് മനസ്സിലാവാണ്ടാണ്, അളിയനെ കളിയാക്കണതാണ്. അമ്പിളിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാനൊക്കെ തകർന്നു പോയി. നമ്മുടെ അമ്പിളിക്കാ? നമ്മുടെ അല്ല, എന്റെ അമ്പിളിക്ക്. അങ്ങനെ വരാൻ വഴിയില്ലേ? വാ വാ. നോക്കടാ അമ്പിളിയുടെ ഹാപ്പി. ഞാൻ നോക്കിട്ട് നീ മാത്രം ഹാപ്പി അല്ലാത്തോളാ. അതിന്റെ ചിരി കണ്ട പോവാന്ന് തോന്നൂടാ. അയ്യോ, ആ കുരങ്ങച്ചന്റെ മന കാശ് കൊടുക്കണ്ടേ? അയ്യോ, മറന്നു. ജസ്റ്റ് മിസ്. കഴിച്ചു. ശരി. ആരോമലമ്പളി എവിടെയാ? അവര് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് മുകളിലേക്ക് കണ്ടുപോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? ഓ, അതാ ഒരാശ്വാസം. പക്ഷെ ഏത് സമയത്താണോ ഒരു വയ്യാവേലി കയറിയവരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ മതി. ആരമലെ ഒരു കാലെടുത്തേ. വേണ്ട, ഡയറ്റിംഗിലാണ്. വലിയ പീസ് നോക്കിയിട്ട് കഴിക്കൂ. മതി മോനെ, കഴിക്ക്. TP സിമി അല്ലേ? എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടാ, ഒന്ന് വേഗം നടന്നേ, വെള്ളം വെക്കേണ്ടത്. സിമി. അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ. ആ 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂലേ? കേട്ടമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവന് വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരു സെക്കൻഡേ. അമ്പിളി വരൂ. മഞ്ജു ഒരു സെക്കൻഡേ. മാളു, സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ, അതിനെന്താ. മാളു, റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളിൽ നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ?
അതൊന്നും നടക്കില്ല. നീ ഒന്ന് പോയേ. എടി ഇന്ന് അവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരിട്ട് വന്നാൽ മതി. അതൊന്നും ശരിയാവില്ല അമല. നീ പോ. ഒന്ന് മാറിക്കേ. ഈ പെണ്ണുമ്പളോ താമസം. കൊച്ചേ, നീ ആ രാജലക്ഷ്മിയുടെ പെങ്ങളുടെ മോളല്ലേ? അതെ. ഡി കൊച്ചേ, അവിടെ ഡി അവിടെ നിന്നേന്ന് ഒരു കാര്യം പറയട്ടെ മോളെ. എന്റെ പൊന്നു ചേച്ചി പിന്നെ പറയാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അവിടെ നിന്ന് കയ്യും കണ്ണും കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുക്കനാ. നീയോ തൊട്ടാ പൊട്ടുന്ന പ്രായം. എന്റെ മോളെ ആദ്യം നമ്മുടെ പുറകെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വളഞ്ഞൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമാരുണ്ടല്ലോ, ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പൂതിയൊക്കെ തീരുമ്പോഴത്തേക്ക് വേസ്റ്റ് പോലെ നമ്മളെ വലിച്ചങ്ങ് കളയും. പിന്നെ കിടന്ന് നിന്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിനകത്ത് ഗൂഗിളില്ലേ, അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ഇവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞിട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പറഞ്ഞത് എങ്ങോട്ടെ കയറി കയറി പോകുന്നേ. പറഞ്ഞ എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. എന്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി മോളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ല. ഇവളൊക്കെ അനുഭവം വന്നേ പഠിക്കൂ. മോളെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണ്ടേ നോക്കാം മാവാ. വിട് വിട്. അയാൾ നമ്മുടെ ചക്കനെ ചെക്കി കൊല്ലു. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നാ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. അവന് തന്നെ നല്ല ഇഷ്ടമായിട്ടോ ഏട്ടാ. നീ പോയില്ലേ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതെ കുറച്ച് കാര്യങ്ങൾ അവിടെ അല്ല സാധനം അവിടെ ഇരിക്കുമല്ലേ? അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ? അല്ല ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെയൊക്കെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. അല്ല ഞാൻ അടിച്ചു വിളിക്കൂട്ടാ. സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ ഓക്കെ കേട്ടോ കേട്ടോ. എടുത്തോ 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 എടുത്തോ. ഓക്കെ ഓക്കെ പോയി കിട്ടി വന്നാവും. അടുത്ത് ഇനി പന്തൽ പന്തൽ നോക്കി നോക്കി. ഈ ഇടയിലുള്ളതൊന്നും കത്തണല്ലോ. മായവൂർ നോക്കാം, ഊര് നോക്കാം. ഏയ് നിങ്ങൾ ഇത് കണ്ടെങ്ങോട്ടാണ്? ആ ടർസി പോവാ, അവിടെയല്ലേ പരിപാടി. എടുത്ത് കള്ളല്ലത് പൂവാണ്. പൂവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിയാണ്, പറ്റിക്കും പറയാൻ പറ്റൂല. അതെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അല്ല ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ലും പോടാ. എന്റെ ഒരു സമാധാനത്തിനാണ്. ഒന്ന് പോയി ഇറക്ക. ചേച്ചി അളിയനോ? അതിനകത്തുണ്ട്. ആ അളിയാ ആരത്? അവിടെ പോയി കളിച്ചടാ. രണ്ടു ദിവസടാ എല്ലാം സെറ്റ്. എന്താ പൂവ് പൂവ് പൂവ്. ആ പൂവും വേണ്ട പൂന്തളിരും വേണ്ട. ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളിയൊന്ന് പുറത്തിറങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ ഡെക്കറേഷൻ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റബേക്ക. റബേക്കേ ബൊക്കെ 16,500 രൂപയെ. കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടി കളാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. വത്സേട്ടൻ പോയി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. ആ വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. ചിക്കൻ ഫ്രൈ എടുത്തു. നീ നടക്ക്. എന്റെ കൺമണി കൺമണി. അല്ല സിമി പാഴ്സലല്ലേ? സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ
കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ. എന്താ മോന്റെ പേര്? ശരൺ. ശരൺ. നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു. മുട്ടം വൈറലായിരുന്നു. പിന്നെ പോയി ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? താടി അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ. കൂട്ടുകാരിയാ. ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ. വാ, ഈ വാർപ്പെടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചത്. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പെടുക്കാൻ വേണ്ടി ഞാൻ 4 വരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ല. നിന്നെ കൊണ്ട് സാധിക്കും. പിടിച്ചേ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ. എന്റെ ആരോഗ്യത്തിന് തോക്കെയാണോ? ഇതിൽ കണ്ടന്റ് കൂടുതലാണെങ്കിലും മദ്യം കുറവല്ലേ? അല്ലേ കൂടുതലും. സേഫാണ്. സേഫ് ആണല്ലേ? സെറ്റല്ലേ? സെറ്റ് അളിയാ എന്റെ അടുക്കള കേല് എല്ലാം സെറ്റ് അവിടെ. അല്ല അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മയും കുമ്മിയൊന്നും അറിയില്ലാന്ന്. ഇത് പാൽ കുടിക്കുന്ന പോലെ ഒരാളറിയില്ലാന്ന്. അന്ന് 2 ഗ്ലാസ് പാൽ കുടിച്ചാ മതിയാ? എന്തൊട്ട് കുട്ടിയുണ്ടോ പോലെ അളിയാ. ഇത് പിടിച്ചാ ഈ ഇലക്ക് വെച്ചാൽ മതിട്ടാ. ഓളിസ് വെൽ. അമ്പളിക്ക് വേണ്ടി പറഞ്ഞ അടിക്കാല്ലേ? പിന്നെ ചെല്ല്. മനോജേ എന്താ കരിക്കിരിക്കണ്ടോടെ? കരിക്കാ? നാടൻ സാധനം ഇരിക്കുന്നുണ്ട് കൂട്ടിരിക്കാനാ. ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ റെഡി ആക്കി. ഓക്കെ പോയിക്കോ. മുഖത്ത് നല്ല കുരുണ്ടല്ലോ മോളെ. ഇച്ചിരി പേരല്ലേ അരച്ചിട്ടാ മതി. വേഗം പോകും. ഞാൻ വിചാരിച്ചു നല്ല മുടിയുണ്ടെന്ന് കേട്ടോ. ഇത് മൊത്തം തിരുപ്പനായിരുന്നല്ലോ. ഒട്ടുമില്ല. ആപ്പിളും മുന്തിരിക്ക കാക്കൊത്തി കൊണ്ടുപോയാ? അമ്പിളി നീ കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചടാ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. വീട്ടിൽ മോള് ഒറ്റയ്ക്കാണോ? ഇത് പിടിയിറക്കാണ്. നീ എന്താ ഏലക്കാന്ന് പറഞ്ഞേ? ഞാനപ്പോ ഏലക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞു വീട്ടില് രക്ഷപ്പെട്ടല്ലേ? എടിമാരെ ഞാനങ്ങ് പോവാണേ. അങ്ങ് വന്നേക്കണേ. കൊച്ചൊറ്റയ്ക്കാ വീട്ടിലേ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് പാലളക്കി എന്നുള്ളത് ഉറപ്പാ. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല ചില്ല് പൊട്ടിട്ട് കട്ട ചോര. എന്നാലും ചേട്ടൻ എന്തൊരു മണ്ടന. ഇടിക്കാൻ പോകുമ്പോ ആരെങ്കിലും വാച്ച് കിട്ടുമോ? അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് പെടയ്ക്കാൻ. എന്ത് പരിപാടിയാണിത്? ഒരടിക്ക് തീരെയില്ല, 2 അടിക്ക് തികയില്ല. അങ്ങനെ അയാളോ അയാളോ ഒരു ഒടുക്കത്തെ മുട്ട സിബി. എനിക്ക് പണ്ടേ അറിയാളൂ ഉടായിപ്പ. അയാളെന്ന് ഞാൻ അയാൾക്ക് അറിയാൻ പാടില്ല. അയാളെനിക്ക് ഇടിക്കണോടോ. ജോൺസന്റെ വിത്തല്ലേ ഉണ്ണിയാ? നീ എങ്ങോട്ടേ പോന്നേ? അതമ്മ ഉണ്ണിയാളിന്റെ എന്തെങ്കിലും കാണിക്കട്ടെ. അതെ, അമ്പിളി അവിടെ റൂമിൽ കാത്തിരിക്കുക. നീ അങ്ങോട്ട് പോയേ. അമ്പിളി വന്നിട്ട് കൊറേ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. താങ്ക് യു. എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോനെ പറ്റൂ. പിന്നെ
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണ. ചേച്ചിക്ക് വേണ്ടേ? എനിക്കങ്ങ് വേണ്ട, എനിക്ക് സാധനത്തിന് മണം ഇഷ്ടമല്ല. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണല്ല. അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ അത് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോൾ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ. യു ലക്കി. ഇത് പറയാനാണ് ഇത്ര നേരം എടുത്തേ? എന്തത്? എന്നാ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ആര്? സുജിത്ത് വാസു. ബിജിത്തോ? സുജിത്ത് വാസു. എന്തിനാണ് അറിയണത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാന്ന് അറിയാം അവനെ പ്രേമിച്ച്. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കും. ഫസ്റ്റ് നൈറ്റിൽ ശവത്തെ കുത്തല്ലമ്പളി. ആരോമലേട്ട, എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്താ അവന്റെ പേര്? സുജിത്ത് വാസു. എന്ത് വാസു? സുജിത്ത് വാസു. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, മെയ്ഡ് ഇൻ കാനഡ. ആരോമലേട്ടനെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. അമ്പിളി ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇവിടെ കിടന്നോ? ചാച്ചിക്കോ? എനിക്ക് കാണുന്ന സുജിത്തിനെ. ആ കാണാം. ഇപ്പൊ കാട്ടിത്തരാട്ടാ. കാട്ടിത്തരാം. ബോണസ് ഇട്ടിട്ടാ, ബോണസ് ഇട്ടി. അമ്പിളി എറിഞ്ഞടിച്ചത് അമ്പിളി കുമ്പിളി അതൊന്നും അല്ല. ഒരു ഉരുളായിട്ട് പറയാ. എഴുന്നേറ്റേ, ഇങ്ങോട്ട് വന്നേ. എന്താ വന്നേ ഇങ്ങോട്ട്. എന്ത് പ്രശ്നമാവും? അമ്പിളി കുടിച്ചാക്കി പ്രശ്നമായിന്ന്. നമ്മുടെ അമ്പിളി കുടിക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുടിക്കാൻ ഓറഞ്ചും ഐസ് ക്യൂബും നന്നാരി സർവത്തൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കിയില്ലേ? അതാരെന്റെ മുറി കൊണ്ട് വെച്ചത്? ഞാൻ ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുടിക്കാനായി ഉണ്ടാക്കിയ സാധനം എന്റെ മുറിയിൽ ആരും കൊണ്ടുവച്ചത്? ഞാൻ. മോളെ ശ്രീകുട്ടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ മോളെ. ഇവിടെ വെച്ച ശരിയാവില്ലോട്ടാ. നിന്നോട് അടുക്കളയിൽ വെക്കാനല്ലേ പറഞ്ഞേ? അടുക്കളയിൽ വെച്ച് ആരെങ്കിലും എടുത്ത് കുടിക്കണ്ടെന്ന് സേഫ് ആക്കി ഞാൻ റൂമിൽ കൊണ്ടുവച്ചല്ലോ. എന്നിട്ട് നീ അളിയനോട് പറഞ്ഞ? ഞാൻ സാധനം വെച്ചൊന്ന് പുറത്തുനിന്ന് അളിയനെ കാണിച്ചില്ലേ? ഇങ്ങനെ സാധനം ഉള്ളിരിപ്പുണ്ട് ഇങ്ങനെ കാണിച്ച അളിയ ഇങ്ങനെ. മുറി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളോ. ഞാൻ പിന്നെ എങ്ങനെ കാണിച്ചത്? താങ്ങണ്ടല്ലേ, ചോറായി പോയി. അളിയനോട് വന്നേ. ഒരു പെഗ്ഗല്ലേ അടിച്ചുള്ളോ? അത് മോര് വെള്ളം കൊടുത്ത് ശരിയാക്കാം. വെയിറ്റ്. ഞാനിങ്ങനെ കറക്റ്റായി കാണിച്ചു കൊടുത്തിരുന്നു. മനസ്സിലാവുന്നിട്ടാ. അളിയനോട് വന്നേ. നീയപ്പത് കുടിച്ചില്ലേ? ഞാൻ അടുക്കളയിലുള്ള ഏതോ ജ്യൂസ് എടുത്താ കുടിച്ചത്. അതൊന്നുമല്ല പ്രശ്നം. അളിയൻ ചോദിച്ചിട്ട് അവളെന്റെ അടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു. അതല്ലേ സത്യം. അപ്പൊ നീ തിരിച്ചു ചോദിച്ചില്ലേ? എന്തിനാ ചോദിക്കണത്? അതിനു മുമ്പേ അവള് പറഞ്ഞ് അവൾക്കാരെ ഇഷ്ടമുണ്ടെന്ന്. ഈ എക്സ് ലവറിന്റെ സമയം എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാ? ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ നൈസായിട്ട് അവിടെ മുറി കിടത്തിട്ടാ പോന്നേക്കണത്.
അല്ല അല്ല അത് മൊത്തം കുടിച്ചായിരുന്ന? മൊത്തം കുടിച്ചോ പാതി കുടിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അവൾക്കിപ്പോ ശുചിത്വ വാസന കാണണം. ഉണ്ടാവും നിന്റെ ഒരെണ്ണം എടുക്കാൻ. അപ്പൊ മൊത്തം കുടിച്ചു. പണ്ടാറടങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിയോട്. അടിപൊളി ദിവസമായിരുന്നു. മൂടാ പോയി. അളിയാ ഏതാ പുതിയ സുജിത്വാസു? എന്റെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കാൻ വന്ന ഏതൊരു പ്രാന്തൻ. ഏതാവന്റെ ഏരിയ? അത് ചോദിക്കാനല്ലേ നമ്മളങ്ങോട്ട് പോണത്. സുജിത്വാസോണാ? ഇത് വേറെ വൃത്തിയിട്ടാണ്. എന്തൊരു വൃത്തിയിട്ടന്മാരാണ് ഈ ലോകത്ത്. എന്തൊരു ക്രൗഡ്. മരുന്നിടത്ത് വെച്ച് കാണാം.